നമസ്കാരം. കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കോൺഗ്രസുകാർ മോദിയുടെ മരണപ്പെട്ട അമ്മയെ ആയുധമാക്കുന്നതിന്റെ ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അമ്മ മകൻ എന്ന പരിപാവന ബന്ധത്തെ പോലും അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് വൈകാരികമായി മോദിയെ തറപ്പറ്റിക്കുക എന്ന അതിഗൂഢ തന്ത്രമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. തന്റെ മരണപ്പെട്ടു പോയ അമ്മയെ രാഷ്ട്രീയ ചർച്ചകളിൽ വലിച്ചിഴയ്ക്കുന്നതിനെതിരെ മോദി വൈകാരികമായി പ്രതികരിച്ചിരുന്നു. എങ്കിലും രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതൃത്വം പിന്നെയും അത് ആവർത്തിക്കുകയായിരുന്നു. ആദ്യം അമ്മയെക്കുറിച്ച് പ്രസംഗത്തിനിടെ ഉണ്ടായ മോശം പരാമർശത്തിലാണ് മോദിയുടെ പ്രതികരണം ഉണ്ടായത്. എന്നാൽ അതിനുശേഷം മോദിയുടെ അമ്മയുടെ AI വീഡിയോ പുറത്തിറക്കിക്കൊണ്ടായിരുന്നു കോൺഗ്രസുകാരുടെ നടപടികൾ ഉണ്ടായത്. കോൺഗ്രസ് പുറത്തിറക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബെന്നിന്റെ AI വീഡിയോ വലിയ തോതിൽ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. തന്നെ വോട്ടിന് വേണ്ടി ഉപയോഗിക്കരുതെന്ന് സ്വപ്നത്തിൽ മോദിയോട് അമ്മ അപേക്ഷിക്കുന്നതാണ് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. ബീഹാർ കോൺഗ്രസ് ആണ് വീഡിയോ പുറത്തിറക്കിയത്. മോദിയുടെ അമ്മയെ വീണ്ടും കോൺഗ്രസ് അപമാനിക്കുന്നു എന്നുള്ള ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് BJPയും രംഗത്ത് വന്നിരുന്നു. നേരത്തെ ഇത്തരത്തിൽ അമ്മയ്ക്കെതിരെ ഉണ്ടായ പരാമർശത്തിൽ കോൺഗ്രസ് വലിയ വിമർശനം നേരിട്ടതിനു പിന്നാലെയാണ് വീണ്ടും അതേ കാര്യം കോൺഗ്രസുകാർ ആവർത്തിച്ചത്. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ടർ അധികാർ യാത്രയിൽ തനിക്കും അമ്മയ്ക്കും നേരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉണ്ടായി എന്ന് പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ വിവാദം. സ്വപ്നത്തിൽ മരിച്ചുപോയ അമ്മയോട് സാമ്യമുള്ള AI കഥാപാത്രം മോദിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് രാഷ്ട്രീയത്തിൽ തന്റെ പേര് ഉപയോഗിച്ചതിന് അദ്ദേഹത്തെ കർശനമായി ശാസിക്കുന്നതാണ് കാണിക്കുന്നത്. മോദിയോട് സാമ്യമുള്ള AI കഥാപാത്രം ഇത് കേട്ട് ഞെട്ടലോടെ ഉണരുന്നതോടെ രംഗം അവസാനിക്കുന്നു. ഇത്തരത്തിൽ അമ്മയെ ആക്രമിക്കുന്ന കോൺഗ്രസിന്റെ പൈശാചിക നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരിക്കുന്നത്. തനിക്കും മാതാവിനുമെതിരെ കോൺഗ്രസ് അധിക്ഷേപങ്ങൾ നടത്തുകയാണെന്നും ശിവഭക്തനായ താൻ ആ അധിക്ഷേപങ്ങളെ വിഷം എന്നതുപോലെ വിഴുങ്ങുകയാണ് എന്നും മോദി പറഞ്ഞു. അസമിലെ ദാരങ്ങിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജനങ്ങളാണ് തന്റെ യജമാനന്മാരെന്നും തന്നെ നിയന്ത്രിക്കുന്ന റിമോട്ട് കൺട്രോളുമെന്നും അവരുടെ മുന്നിലാണ് തന്റെ വേദന പ്രകടിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് സംവിധാനം തനിക്കെതിരെ ആക്രമണം നടത്തുമെന്നും താൻ വീണ്ടും കരയുകയാണെന്ന് പറയുമെന്നും തനിക്കറിയാമെന്ന് പറഞ്ഞ മോദി ജനങ്ങളാണ് തന്റെ ദൈവമെന്നും താൻ ജനങ്ങൾക്ക് മുന്നിൽ വേദന പ്രകടിപ്പിച്ചില്ല എങ്കിൽ പിന്നെവിടെ അത് ചെയ്യുമെന്നും വികാരാധീനനായി ചോദിച്ചു. ജനങ്ങളാണ് യജമാനന്മാർ, ദൈവങ്ങൾ, തന്റെ റിമോട്ട് കൺട്രോൾ. തനിക്ക് മറ്റൊരു റിമോട്ട് കൺട്രോളും ഇല്ല എന്നും മോദി വ്യക്തമാക്കി. രാജ്യത്തിന്റെ മഹാനായ പുത്രനും അസമിന്റെ അഭിമാനവുമായ ഭൂപൻ ഹസാരികയ്ക്ക് ഭാരതരത്ന നൽകിയപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞത് മോദി ഗായകർക്കും നർത്തകർക്കും പുരസ്കാരം നൽകുകയാണ് എന്നും മോദി പറഞ്ഞു. 2019 ഗാർഖെ നടത്തിയ പരാമർശം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പരാമർശം. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിനു ശേഷം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല എന്ന് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞത് മോദി ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തലമുറ ആ മുറിവുകളിൽ ഉപ്പ് വിതറുകയാണ് എന്നും മോദി വിമർശിച്ചു. ദശാബ്ദങ്ങളോളം കോൺഗ്രസ് അസം ഭരിച്ചിട്ടും ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ 3 പാലങ്ങൾ നിർമ്മിക്കാൻ മാത്രമാണ് അവർക്ക് കഴിഞ്ഞത്. എന്നാൽ തങ്ങൾ അധികാരത്തിലെത്തിയപ്പോൾ ഒരു പതിറ്റാണ്ടിനുള്ളിൽ 6 പുതിയ പാലങ്ങൾ നിർമ്മിച്ചെന്നും മോദി അഭിമാനത്തോടെ കൂട്ടിച്ചേർത്തു. തങ്ങളുടെ ഭരണകാലത്ത് ഭീകരാക്രമണങ്ങൾ നടന്നപ്പോൾ കോൺഗ്രസ് നിശബ്ദമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. ഇപ്പോൾ നമ്മുടെ സേന ഓപ്പറേഷൻ സിന്ധൂർ നടത്തുന്നു. പാകിസ്ഥാന്റെ എല്ലാ കോണുകളിൽ നിന്നും ഭീകരതയെ പിഴുതെറിയുന്നു. എന്നാൽ കോൺഗ്രസുകാർ പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പമാണ് നിൽക്കുന്നത്. പാകിസ്ഥാന്റെ നുണകൾ കോൺഗ്രസിന്റെ അജണ്ടയായി മാറുന്നു എന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും കോൺഗ്രസിനെ സൂക്ഷിക്കണമെന്നും മോദി പറഞ്ഞു. രാഷ്ട്രീയമായി ബന്ധമില്ലാത്തതും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മാതാവുമായ മരണപ്പെട്ട ഒരു സ്ത്രീയെ വ്യക്തിപരമായി ആക്ഷേപിച്ച കോൺഗ്രസിന്റെ നടപടി എന്തൊക്കെ ന്യായം പറഞ്ഞാലും നെറികേടായി പോയി എന്നത് വാസ്തവമാണ് എന്ന് പറയാതെ വയ്യ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച